ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഫർള് നമസ്കാരങ്ങൾ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും 10 തവണ വീതം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുക. അപ്പോൾ 5 ഗുണിക്കണം 30 = 180. ഫതിൽക ഖംസൂന വമിഅ ബിൽ ലിസാൻ, അത് നാവിൽ 180ഉം എന്നാൽ മീസാനിൽ 1500. വഅൽഫുൻ വഖംസുമിഅത്തിൻ ഫിൽ മീസാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ്. അത് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ 3410, ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന നമ്പർ 1348 നമ്പറുകൾ വന്നിട്ടുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, അതിൻ്റെ പരമ്പരയിൽ അത്വാ ഇബ്നു സ്വായിബ് എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അതിൻ്റെ സനദിൽ അത്വാ ഇബ്നു സ്വായിബ് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നത് ഇഖ്തിലാഫുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പല മഹാന്മാരും അദ്ദേഹത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇഖ്തിലാഫുണ്ട് എന്ന്. ഇപ്പോൾ അനീസുസാരി ഫി തഖ്രീജിൻ വ തഹ്ഖീഖ് അൽ അഹാദീസ് എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിനകത്ത് പറയുന്നത് ഈ അതാ ഇബ്നു സ്വായിബ് വഖ്തലഫ അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് മുഹദ്ദിസീങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിമർശന വിധേയമായിട്ടുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ഈ അതാ ഇബ്നു സ്വായിബ് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇഖ്തിലാത്ത് അഥവാ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പിശകുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു പോരായ്മ അതിനകത്തുണ്ട്. ഇത് മുഹദ്ദിസീങ്ങളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഹജറിൽ അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈതമി ഹിജ്റ 807 വഫാത്തായ മഹാൻ, അദ്ദേഹത്തിൻ്റെ മജ്മഉ സവായിദ് വ മംബഉൽ ഫവായിദ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമാം ബസ്സാറൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. വഫീഹി അത്വാ ഇബ്നു സ്വായിബ്, അത്വാ ഇബ്നു സ്വായിബിൻ്റെ സനദിലുണ്ട് വഖദ് ഇഖ്തലത, അദ്ദേഹത്തിന് പലതും ഒരു മിക്സായ ഹദീസുകളൊക്കെ തമ്മിൽ മിക്സായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതിൻ്റെ സനദിനകത്തുണ്ട്. വ ബഖിയത്തു റിജാലി സിഖാത്ത്, മറ്റുള്ള റാവികളൊക്കെ വിശ്വസ്തന്മാരാണ് എന്നാണ് പറയുന്നത്. അത് ചുരുക്കത്തിൽ അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഈ സഹീഹ് മുസ്ലിമിലൊക്കെ വന്നതുപോലെ തന്നെ 33 തവണ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ 33 തവണ വീതം പറയുകയും പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറത്ത് ഖതായാഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടുന്ന. അപ്പോൾ തൗഹീദുള്ള ഈമാനുള്ള ഒരാൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ഓരോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും 33 തവണ പറയുക. പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ പറയുക. അങ്ങനെ 100 തേക്കുക. എന്നാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന. ഇത് സഹീഹ് മുസ്ലിമിൽ 597 നമ്പറായിട്ട് വന്നിട്ടുള്ളതാണ്. സഹീഹാണ്, ഇതിന് ഒരു കുഴപ്പമില്ലാത്ത ഹദീസാണ് എന്നാണ് പ്രത്യേകമായിട്ട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അഅലം.